പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നോഹയെപ്പറ്റി, നോഹയുടെ കാലത്തെപ്പറ്റി, അതെങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ഇടയായിത്തീർന്നു. ഇന്നും നോഹയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാര്യം, വക്രതയും കോട്ടവും ഉള്ളൊരു തലമുറയിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ച, അല്ലെങ്കിൽ നീതിമാനായി നിഷ്കളങ്കനായി ദൈവത്തോടു കൂടെ നടന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരാണ് നോഹ. അദ്ദേഹം അങ്ങനെ ജീവിച്ചതുകൊണ്ട് താനും തൻ്റെ കുടുംബവും രക്ഷപ്പെടുവാനിടയായിത്തീർന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു, ഇത് കർത്താവായ യേശുക്രിസ്തു ആകുന്ന പെട്ടകം. ആ പെട്ടകത്തിൽ കയറി വെള്ളത്തിൽ കൂടെ നോഹയും കുടുംബവും രക്ഷപ്പെട്ടതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ആമേൻ സ്നാനപ്പെട്ട് ദൈവവേദങ്ങളായി തീരുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അങ്ങനെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനപ്പെടുവാനുള്ള ആഹ്വാനമൊക്കെ നമ്മൾ കൊടുത്തു. ദൈവം അവരെ സഹായിക്കട്ടെ. ഇന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് 8-ാമത്തെ അധ്യായത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? ദൈവം ഓർത്തു. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് ഈ ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഓരോ സ്ഥലത്തും ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ പറ്റി വരുമ്പോൾ ഞാനത് എടുത്തു പറയാറുണ്ട്. ഇവിടെയും ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് ഓർക്കുന്നൊരു ദൈവം. ഗോഡ് റിമെമ്പേർഡ് നോഹ. ദൈവം നോഹയെ ഓർത്തു. ദൈവം നോഹയെ ഓർത്തപ്പോൾ എന്ത് സംഭവിച്ചു? 1-ാമത്തെ വാക്യം പറയുന്നു, ദൈവം ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ച് വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തിൽ നിന്ന് മഴ നിന്നു. അങ്ങനെ അത്രയും ദിവസം ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിന്, അല്ലെങ്കിൽ മഴയ്ക്ക് എന്തോ വന്നു? ശമനം വന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വായിക്കണം. ഇവിടെ പറയാണ്, ദൈവം നോഹയെ അവനോടുകൂടെയുള്ള സകല ജീവജാലങ്ങളെയും മൃഗങ്ങളെയും ഓർത്തു. ഓർത്തപ്പോൾ കഴിഞ്ഞ 40 പകലും 40 ദിവസം പെയ്തുകൊണ്ടിരുന്ന മഴ, അല്ലെങ്കിൽ ഏകദേശം 150 ദിവസത്തോളം പൊങ്ങിയിരുന്ന വെള്ളം, ഇതെന്തോ ചെയ്തു? നിലച്ചു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ അങ്ങൊന്ന് എന്തോ ചെയ്യണം? ഓർക്കണം. എന്നെ എന്തോ ചെയ്യണം? അങ്ങൊന്ന് ഓർക്കണം. അങ്ങക്ക് നോഹയെ ഓർത്തെങ്കിൽ, നോഹയുടെ യേശുവേ കൂടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളെ അങ്ങ് ഓർത്തെങ്കിൽ, ഇന്ന് എന്നെ ഒന്നങ്ങ് ഓർക്കണം. ഇന്ന് എന്നെ ഒന്നങ്ങ് ഓർക്കണം. നോഹ 40 ദിവസവും 40 രാവും പുറം ലോകം കാണാതെ പെട്ടകത്തിൻ്റെ അകത്തായിരുന്നു. എന്നാൽ ദൈവം നോഹയെ ഓർത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മഴ എന്തോ ചെയ്തു? ദൈവം നിർത്തി. ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ച് വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തിൽ നിന്ന് മഴ നിന്നു. അങ്ങനെ പല കാര്യങ്ങൾ നോഹയ്ക്ക് വേണ്ടി സംഭവിച്ചെങ്കിൽ, ഇന്ന് എന്നെയും നിങ്ങളെയും ദൈവം ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ കുറേ സ്തോത്രം. നാളുകളായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും, പല വിഷയങ്ങൾക്കും എന്തു ചെയ്യും? ഇന്നൊരു വിടുതലുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇത് ആമേൻ. കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പറയണം, കർത്താവെ, ഇന്നത്തെ ദിവസം അങ്ങനെ ഒന്ന് ഓർക്കുന്ന ദിവസമാകട്ടെ. നോഹയെ ഓർത്തെങ്കിൽ ആ വക്രതയും കോട്ടമുള്ള തലമുറയിൽ അവരെ എല്ലാം നശിപ്പിച്ചെങ്കിലും, വെള്ളം തനിക്ക് ചുറ്റും ഉണ്ടായിരുന്നെങ്കിലും, ആ പെട്ടകത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം കയറിയ നോഹയെ ഓർത്ത ദൈവം ഇന്ന് എന്നെ ഓർക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. ഇന്ന് എൻ്റെ തലമുറയെ ഓർക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. എൻ്റെ കുടുംബത്തെ ഓർക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, വിശ്വാസത്തോടെ പറയാം, ദൈവം എന്തോ ചെയ്യും? എന്നെ ഓർക്കും. അപ്പം ഹല്ലേലൂയ. നമ്മൾ പഠിച്ചു വന്ന കുറേ സ്വഭാവ സവിശേഷതകളുണ്ട് ദൈവത്തിനെ കാണുവാൻ കഴിയും, ദൈവത്തിനെ സൃഷ്ടിക്കുവാൻ കഴിയും. ഇതൊക്കെ നമ്മൾ 1, 2, 3 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം 8-ാമത്തെ
വാക്യത്തിലേക്ക് വരും, അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് ദൈവം ഓർക്കുന്ന ദൈവം, ഓർക്കുന്ന ദൈവം. ഈ ദൈവം ഓർത്തു എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ. ദൈവം ഓർത്ത ചില സംഭവങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം, അത് ഏതൊക്കെയാണെന്ന്. ദൈവം ഓർത്തു എന്ന് പറയുന്ന സംഭവങ്ങൾ ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം തന്നെ. അവിടെ പറയുന്നു ദൈവം നോഹയെ എന്തു ചെയ്തു? ഓർത്തു. ഓർത്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? നമുക്ക് ലിസ്റ്റ് ഇടാൻ പറ്റും. അവിടെ നടന്ന കാര്യങ്ങൾ. വെള്ളം നിലച്ചു, കാറ്റടിപ്പിച്ചു, അത്രയും നാളും ഉണ്ടായിരുന്ന പ്രതികൂലങ്ങൾക്ക് എന്തോ ചെയ്തു? ശമനം വന്നു. അങ്ങനെയെങ്കിൽ ദൈവം ഓർത്താൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കവിടെ എഴുതിയിടാം. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം വാക്യം. അവിടെ കാണുന്ന ഇപ്രകാരമാണ്: എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുവാൻ ദൈവം അബ്രഹാമിനെ ഓർത്തു. നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് എന്തു ചെയ്തു? വിടുവിച്ചു. കണ്ടോ? അപ്പൊ ദൈവം ഓർത്താൽ, എന്നെ ഓർത്താൽ, നിങ്ങളെ ഓർത്താൽ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ തകർന്നു പോയല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന, വിഷമിക്കുന്ന ആരാണോ അവരെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. ഇത് എൻ്റെ ജീവിതത്തെ പലപ്പോഴും സ്പർശിച്ചിട്ടുള്ളൊരു വേദഭാഗമായത്. അബ്രഹാമിനെ ഓർത്ത് ദൈവം എന്തോ ചെയ്തു? ലോത്തിനെ രക്ഷിക്കുന്ന ഒരു ദൈവം, ലോത്തിനെ രക്ഷിക്കുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഒരുപക്ഷെ നമ്മുടെ തലമുറകളെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുന്നവരായിരിക്കാം, പ്രയാസപ്പെടുന്നവരായിരിക്കാം, ദുഃഖിച്ചിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവം എന്നെയും നിങ്ങളെ ഓർത്ത് അവരെ രക്ഷിക്കട്ടെ, അവരെ രക്ഷിക്കട്ടെ. ഒരു അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചെങ്കിൽ, ദൈവം ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കൂ. അതാ ദൈവം ചോദിക്കുന്നത്. കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ വിചാരം, ഞാൻ വിശ്വസിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്ന അബ്രഹാം ഒരു സുപ്രഭാതത്തിൽ താൻ കേൾക്കുകയാണ് സോദോം ഗോമോറ എന്ന് പറയുന്ന പട്ടണം നശിച്ചു. തൻ്റെ നെഫ്യൂ അല്ലെങ്കിൽ അനന്തരവൻ അല്ലെങ്കിൽ മകന് തുല്യനായ ലോത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും കുടുംബവും നശിച്ചു പോയി എന്നുള്ള വാർത്തയാണ് ഈ അബ്രഹാം കേൾക്കുന്നതെങ്കിൽ അബ്രഹാം ഉറപ്പായിട്ടും ദൈവത്തോട് ചോദിക്കത്തില്ല, ദൈവമേ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാ, വിളി കേട്ട് ഞാൻ ഇറങ്ങിയപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ, ഞാൻ ആരാധിച്ചപ്പോഴൊക്കെ എൻ്റെ കൂടെ ആരാധിക്കാൻ വന്നതാ, എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നവനാ, എന്നിട്ടും അവനിങ്ങനെ സംഭവിച്ചല്ലോ, നീ അവനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് എന്ത് മറുപടി പറയാൻ പറ്റും? ദൈവത്തിന് എന്ത് മറുപടിയാണ് തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറയാൻ കഴിയുന്നത്? ദൈവത്തിനൊരു മറുപടി കാണുമോ? ദൈവത്തിൻ്റെ സ്നേഹബന്ധം അവിടെ കാണിക്കുന്നത്. അപ്പോൾ ദൈവം പറയുക, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കും. ഇല്ല. എന്നിട്ട് അബ്രഹാമിനോട് പറയുക, ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാൻ പോവാ. അബ്രഹാം അവിടെ ദൈവത്തിൻ്റെ കാൽക്കൽ വീഴുക. ദൈവമേ, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ 40 അങ്ങനെ കുറഞ്ഞ് പറഞ്ഞു വന്നിട്ട് അപ്പോൾ ദൈവത്തിന് മനസ്സിലായി അബ്രഹാം ആഗ്രഹിക്കുന്നത് ലോത്ത് രക്ഷപ്പെടണമെന്ന്. അങ്ങനെയെങ്കിൽ ഇടിവിൽ നിൽക്കുന്ന പ്രിയ മാതാപിതാക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അവർ ദൈവത്തിങ്കിലേക്ക് വരണമെന്നും രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവരെ, ഇന്ന് ദൈവം നിങ്ങളെ ഓർത്താൽ അവർ രക്ഷിക്കപ്പെടും. അവരെ ദൈവം വിടുവിക്കും. അവരേതവസ്ഥയിലായിരുന്നാലും. ഹല്ലേലൂയ, ഒരു പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോവാ, പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവത്തിന് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന നമ്മളെ ദൈവം ഓർത്താൽ ഒരു വിടുതലുണ്ടാകും. അടുത്ത ദൈവം ഓർത്തു എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 30-ാം അധ്യായം 22-ാം വാക്യം. അവിടെ പറയുന്നത് റാഹേലിനെ പറ്റിയാണ്. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ടു. അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു.
ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവനെ യോസഫ് എന്ന് പേർ വിളിച്ചു. കണ്ടോ, യോസഫിന്റെ ജനനം ഇസ്രയേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഓ ഏറ്റവും വലിയ മഹാവ്യക്തികളിൽ ഒരാളായ മനുഷ്യൻ. സ്തോത്രം. യാക്കോബിന്റെ മക്കളിൽ ഏറ്റവും ബുദ്ധിയും ജ്ഞാനം വിവേകവും നിറഞ്ഞ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. കണ്ടോ, ആ യോസഫിന്റെ ജനനം ഇവിടെ എങ്ങനായിരുന്നെന്നറിയാമോ? യഹോവ ഓർത്തതുകൊണ്ട്. യഹോവ റേച്ചലിനെ ഓർത്തപ്പോൾ അവിടെ ലഭിച്ചതൊരു യോസഫ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ എത്ര നാളാണ് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവം എന്നെ മറന്നു പോയെന്നൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കും. പക്ഷെ ദൈവത്തിനൊരു സമയമുണ്ട്. അവൻ നമ്മളെ ഓർക്കും. അതിന്നാകട്ടെ, അതിന്നാകട്ടെ. ആമേൻ 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 പ്രാർത്ഥനയിൽ ആമേൻ നമുക്കും ഇത് ആഡ് ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനയിൽ ആമേൻ നമുക്കും ഇത് ആഡ് ചെയ്യാം. കർത്താവ് നോഹയെ അങ്ങ് ഓർത്തെങ്കിൽ, അബ്രഹാമിനെ അങ്ങ് ഓർത്തെങ്കിൽ, ആമേൻ കർത്താവ് രാഹേലിനെ അങ്ങ് ഓർത്തെങ്കിൽ, ഓ പ്രൈസ് ഹല്ലേലൂയ, ദി ലോർഡ് ഇന്ന് എന്നെ ഓർക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. ആമേൻ ഉടബലരികന അതുനഗര ഹസ്തകരം പൗഡൽ കനക. യേശുവേ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 24-25 വാക്യങ്ങളുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. തന്റെ ഭക്തന്മാരോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം ഓർത്തു. ദൈവം അങ്ങനെ ഓർത്തപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. അവരെ അവിടുന്ന് വിടുവിച്ചു. അവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചൊരു ദൈവം. കണ്ടോ, ദൈവം ഓർത്താൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ലിസ്റ്റ് ഇടണം. ഞാൻ പൊതുവെ എന്നോടൊരു ദൈവജനം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനിതൊക്കെ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവേ, അങ്ങ് നോഹയെ ഓർത്ത ദൈവമോ, അബ്രഹാമിനെ ഹല്ലേലൂയ. ഓർത്ത ദൈവമാണ്. പിന്നെ വേറെ വിഷയങ്ങളൊന്നും ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ദൈവത്തെ ഇതങ്ങ് ഓർപ്പിച്ചുകൊണ്ടിരിക്കും. എന്നെ ദൈവം ഓർക്കണം വരെ ഞാൻ ഇത് ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും, കർത്താവെ, നീ നോഹയെ ഓർത്തെങ്കിൽ, അബ്രഹാമിനെ ഓർത്തെങ്കിൽ, റാഹേലിനെ ഓർത്തെങ്കിൽ, ഇസ്രായേൽ മക്കളെ ഓർത്തെങ്കിൽ, എന്നെ ഓർക്കണം, എന്നെ ഓർക്കണം. എനിക്കൊരു ദിവസം ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ദൈവം എന്നെ ഓർക്കുമെന്ന് എനിക്കറിയാം. അവരെ വിടുവിച്ച ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഇരുന്ന് എന്നെ വിടുവിക്കുമെന്നറിയാം. അവരുടെ തലമുറകളെ അനുഗ്രഹിച്ച ദൈവം എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. ആലലു, ഇത് ദൈവം എന്നെ ഓർക്കുന്ന ഒരു ദിവസമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ആമേൻ ഹല്ലേലൂയ. ആമേൻ വാഗ്ദാനം വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയും. പ്രിയമുള്ളവരെ, ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കും, നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചു തുടങ്ങും. ഹാലലി, പിന്നെ ആരും ആമേൻ ഓർത്തില്ലല്ലോ, പിന്നെ ആരും സഹായിച്ചില്ലല്ലോ, അവരെന്നെ സഹായിച്ചില്ലല്ലോ, ഓ അവസ്ഥയിൽ എന്നെ കൈവിട്ടല്ലോ എന്നൊക്കെയുള്ള ഭയവും നിരാശയും ആലരിയ പരിഭ്രമവും ഒക്കെ അങ്ങ് മാറും. ആ പരാതികളൊക്കെ അങ്ങ് മാറും. നമ്മൾ പറയും, കർത്താവെ, ആരെന്നെ ഓർത്തില്ലേലും അങ്ങനെ ഓർത്താൽ മതി. അങ്ങ് ഓർത്താൽ ആലലി അവിടെ ഒരു വിടുതലുണ്ട്. അങ്ങ് ഓർത്താൽ അവിടെ ഒരു അനുഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ദൈവം നിങ്ങളെ ഓർക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. നോഹയെ ദൈവം ഓർത്തെങ്കിൽ, അബ്രഹാമിനെ ദൈവം ഓർത്തെങ്കിൽ, റാഹേലിനെ ദൈവം ഓർത്തെങ്കിൽ, ഇസ്രായേൽ മക്കളെ ദൈവം ഓർത്തെങ്കിൽ, ദൈവം നമ്മളെ ആമേൻ. ഓർക്കും. ദൈവം നമ്മളെ ഓർക്കും. ഇത് ആമേൻ. മാത്രമല്ല, കുറെ അധികം പേരുടെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഒന്ന് രണ്ട് പേരും കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുക. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത് ഹന്നയെ പറ്റി നമുക്കറിയാം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ് ഹന്നയെ പറ്റി പറയുന്നത്. അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങളാണ്. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നമസ്കരിച്ച് രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. യഹോവ അവളെ ഓർത്തു. ആമേൻ. യഹോവ ഹന്നയെ ഓർത്തപ്പോൾ ഹന്നയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് നമുക്കറിയാം. ഒരാണ്ട് കഴിഞ്ഞ് ദൈവം ഹന്നയ്ക്കൊരു മകളെ കൊടുത്തു. ഹാലേലൂയ. ദൈവം ഹന്നയ്ക്കൊരു മകളെ കൊടുത്തു. ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഇസ്രയേലിന്റെ വിശ്വസ്ത പ്രവാചകൻ. ആമേൻ. ഹല്ലേലൂയ ഇസ്രയേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു മനുഷ്യൻ. അദ്ദേഹം പ്രവാചകനായിരുന്നു, അദ്ദേഹം പുരോഹിതനായിരുന്നു, അദ്ദേഹം രാജാവിനെ പോലായിരുന്നു. രാജാവെന്ന് നമുക്ക് പറയാം. അദ്ദേഹം ന്യായാധിപതിയായിരുന്നു. ഇങ്ങനത്തെ ഒരു പോസ്റ്റിൽ ഇസ്രയേലിൽ ഇതുവരെ ഇരുന്ന വേറൊരു വ്യക്തിയില്ല. അത് കാര്യം എന്താണെന്നറിയാമോ? യഹോവ എന്നെ ഓർത്തു. എൻ്റെ ഹല്ലേലൂയ. ദൈവം ഇന്ന്
നമ്മളെ ഓർത്ത എത്ര നാളാണോ നമ്മൾ ഭാരപ്പെടുന്നത്, എത്ര നാളാണോ നമ്മൾ പ്രയാസപ്പെടുന്നത്, എത്ര നാളാണോ നമ്മൾ വിഷമിക്കുന്നത്, ആ വിഷമിക്കുന്ന ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ദൈവം ദൈവം നമുക്കൊരു മറുപടി തരും. ദൈവം നമുക്കൊരു മറുപടി തരും. ഹല്ലേലൂയ. ഞാൻ ഈ യഹോവ ഓർത്തു എന്നൊക്കെ നമുക്കിപ്പം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവർ പോയിക്കൊണ്ടിരുന്ന ജീവിത അവസ്ഥകളെപ്പറ്റി, ഞാൻ ഈ പറഞ്ഞ വ്യക്തി ജീവിതങ്ങളെപ്പറ്റി നിങ്ങളൊന്ന് പഠിക്കണം സമയം കിട്ടുമ്പോൾ. അത് നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഹന്നയുടെ ജീവിതം തന്നെ നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുള്ള കാര്യമായിരിക്കും. എങ്കിലും ഇന്ന് രാത്രി എൻ്റെ മനസ്സിലേക്ക് ആ കാര്യം ദൈവാത്മാവൊന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അതിൽ കൂടെ ഒന്ന് നമ്മൾ ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുക. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2-ാം വാക്യം അവിടെ പറയുന്നു, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേർ. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. 3-ാമത്തെ വാക്യം, അവൻ ഷീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിക്കുവാനും അവന് യാഗം കഴിക്കുവാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ഷീലോവിലേക്ക് പോക പതിവായിരുന്നു. എൽക്കാനയുടെ ഏലിയുടെ 2 പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഒഫ്നിയും ഫിനെഹാസും അവിടെ ഉണ്ടായിരുന്നു. 4-ാമത്തെ വാക്യം, എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനിന്നയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കുകൊണ്ട് ഇരട്ടി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചു. അപ്പം ഈ ഹന്നയുടെ വിഷമത്തിൻ്റെ കാര്യം എന്താ? ഹന്നയുടെ പ്രയാസത്തിൻ്റെ കാര്യം എന്താ? ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? യഹോവ അവളുടെ ഗർഭം അടച്ചു. അത് തന്നെ. ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട്, ഇരട്ടി പങ്കു കൊടുക്കുന്നുണ്ട്. സ്നേഹവാനായ ഒരു ഭർത്താവ്. പക്ഷെ ഇവിടെ പറയുകയാണ്, കാരണക്കാരനാരാ? ദൈവം. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ ദൈവം ചില സമയത്തേക്ക് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ? ഒന്ന് തടസ്സപ്പെടുത്തും. ഈ തടസ്സം വരുമ്പോഴത്തേനും നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ലെന്ന്. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമുക്കുടനെ വിഷമമായി ദൈവത്തെ ചോദ്യം ചെയ്യും. നമ്മൾ എങ്കിൽ ഇത് ദൈവം തന്നില്ലെങ്കിൽ ഞാനിപ്പം, ചില പിള്ളേരൊക്കെ പറയുന്നോട്ടെ, ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോയാൽ പട്ടിണി കിടക്കേണ്ടി വരും, അല്ലാതെ പ്രത്യേകിച്ച് എന്ത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിന്ന് നമ്മളങ്ങ് പറയും, ദൈവമേ, അയ്യോ അങ്ങ് എന്നെ മറന്നോ, അങ്ങെന്താ എനിക്കിത് ചെയ്യാത്ത തരാത്ത എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടും. ഇവിടെ കണ്ടോ, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അങ്ങനെ അടച്ചതാണെങ്കിൽ അത് ആരെ തുറക്കണം? മനുഷ്യനെ കൊണ്ട് തുറക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. അപ്പൊ ദൈവം പ്രതികൂലമാണെങ്കിലോ, ആരൊക്കെ കൂടെ ഉണ്ടായിട്ടും, ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും, എത്ര പണം ഉണ്ടെങ്കിലും, എത്ര സ്നേഹിതരുണ്ടെങ്കിലും അതിനെന്തോ ഇല്ല. ആ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരമില്ല. അങ്ങനെയെങ്കിൽ ഹന്നയുടെ ലൈഫിൽ നമ്മളൊന്ന് ആലോചിച്ചിരിക്കേണ്ട ഒരു കാര്യം, യഹോവ ഫോർ ടൈമിങ് ഇപ്പോഴത്തേക്കിന് ഹന്ന എന്തോ ചെയ്തു? മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഗർഭം അടച്ചു എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ഇപ്പൊ ഇതിന്റെ കാരണക്കാരനാരാ? ആ വാക്യം നിങ്ങൾ എല്ലാവരും വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കും. ഇതിന്റെ കാരണക്കാരനാരാ? ദൈവം പ്രതിയോഗിയാണ്. ദൈവം ഗർഭം അടച്ചിരിക്കുന്നത് കൊണ്ട് അവളുടെ പ്രതിയോഗി അവളെ എന്തോ ചെയ്യുന്നു? വ്യസനിപ്പിച്ചു. വ്യസനിപ്പിക്കുന്നു.
അവളുടെ പ്രതിയോഗി അവളെ എന്ത് ചെയ്യുന്നു? മുഷിപ്പിക്കുന്നു. ശരിയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ദൂത് കേൾക്കുന്നവര് ഈ സമയത്തും വ്യസനം അനുഭവിച്ച് മുഷിഞ്ഞൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് ആലോചിച്ചോണം. ചില കാര്യങ്ങളൊക്കെ ദൈവം ഒന്ന് ഓർത്താൽ മാറും കേട്ടോ. ദൈവം ഹല്ലേലൂയ. ഒന്ന് ഓർത്താൽ മാറും. ദൈവം ദൈവം. നമ്മളെ ഒന്ന് ഓർത്താൽ മതി. നമ്മൾ പറയും, കർത്താവേ, ഇത് ആർക്കും ഇല്ലാത്ത വിഷമം ദൈവത്തിനൊരു തരാൻ കഴിയുമെന്ന്. അയ്യോ, വേറെ ആർക്കും ഇല്ലാത്തോട്ട് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നെ എന്ത് ചെയ്യുന്നു? മുഷിപ്പിക്കുന്നു. കുടുംബത്തിൽ, ബന്ധങ്ങളിൽ, അയൽക്കാര്, അറിയാലോ ആരൊക്കെയാണെന്ന്. ഇവിടെ പറയുന്നു, ദൈവം ഗർഭം അടച്ചത് കൊണ്ട് അവളുടെ പ്രതിയോഗി. ഒരു വീട്ടിൽ താമസിക്കുന്നവരാ, ഒരു ഭർത്താവിൻ്റെ 2 ഭാര്യമാരാ, ഇപ്പൊ പ്രതിയോഗികളാ. വ്യസനിപ്പിക്കുന്ന, വളരെ മുഷിപ്പിക്കുന്ന ഒരു പ്രതിയോഗി. കാരണം എന്താ? ദൈവം അടച്ചതുകൊണ്ടാ, ദൈവം പ്രതികൂലമായിട്ടിരിക്കുന്നതുകൊണ്ടാ. അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും ഉം. അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. മതി. ആണ്ടുതോറും ഇങ്ങനെ ചെയ്തു പോന്നു. എങ്ങനെ ചെയ്തു പോന്നു? മുഷിപ്പിച്ചു. വ്യസനിപ്പിക്കുകയും മുഷിപ്പിക്കുകയും ചെയ്യുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് വാക്കാണെന്നറിയോ? 7-ാമത്തെ വാക്യം. ബൈബിൾ ഉള്ളവരെല്ലാം നിങ്ങൾ ആ 7-ാമത്തെ വാക്യം ഒന്ന് എടുത്തു വെക്കണം. 1-ാം അധ്യായം 7-ാം വാക്യം. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അങ്ങനെ ചെയ്തു പോകും. ഇപ്പം ഇതേത് സമയത്താ? ദേവാലയത്തിൽ പോയി സന്തോഷത്തോടെ സമാധാനത്തോടെ ആരാധനയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങി വരണ്ട ആ സമയത്ത്. കണ്ടോ? ആ കാലം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ സമയം ശ്രദ്ധിച്ചോ? ചുമ്മാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്ന് വിഷമിപ്പിച്ചു എന്നല്ല പറഞ്ഞത്. ആണ്ടിലൊരിക്കലേ അന്നൊക്കെ ഉള്ളവർ ദേവാലയത്തിൽ പോകത്തുള്ളൂ. കാര്യം അത്രയ്ക്ക് ദൂരത്താ. പോയി ആരാധന കഴിച്ച് സന്തോഷത്തോടെ നമ്മുടെ പണ്ടുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ സാക്ഷ്യം പറയുന്നോട്ട്, കർത്താവെ, ഒരാഴ്ച ജീവിക്കാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിക്കുന്നോട്ട്. നമുക്കന്ന് ഒരാഴ്ചയായിരുന്നു. കാര്യം അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ഒന്നും കേൾക്കാൻ നമുക്ക് സമയമില്ല. കാര്യം ജോലിക്ക് പോകണം. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കൊന്നും ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് സഹോദരിമാരുടെ മീറ്റിങ്ങിനൊന്നും അന്ന് പോകാൻ അമ്മച്ചിമാർക്കോ അപ്പച്ചന്മാർക്കോ ഒന്നും പറ്റത്തില്ല. കാര്യം രാവിലെ ജോലിക്ക് പോകണ്ടേ. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കും, കർത്താവെ, ഒരാഴ്ചത്തേക്കിനുള്ള ദൈവികാലോചന എന്ന് പറഞ്ഞത് തൊട്ട് ഒരാണ്ടിനുള്ളൊരു സന്തോഷം, ഒരാണ്ടിനുള്ളൊരു സമാധാനം, ഒരാണ്ടിലേക്കുള്ള ഒരു ദൈവിക സാന്നിധ്യം കൊണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് പ്രാപിക്കാൻ പോകുന്ന സമയത്ത് കണ്ടോ, മുഷിപ്പിക്കുന്ന ഒരു പ്രതിയോഗി. അതുകൊണ്ട് എന്താ ഹന്ന ചെയ്തെന്നറിയോ? അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, എൽക്കാന ചോദിക്കുന്നുണ്ട് എൽക്കാനെ അവളോട്, ഹന്നെ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? എന്തിന് വിഷമിക്കും? എന്തിനാ നീ വിഷമിക്കുന്നത്? എന്തിനാ നീ പട്ടിണി കിടക്കുന്നത്? ചോദിച്ചാ പറയും, അയ്യോ, വ്യസനമാ ദേവദാസനെ, വ്യസനമാ സഹോദരങ്ങളെ, മുഷിപ്പാ, വേറെ ഒരു നിവൃത്തിയില്ല. തൻ്റെ അവസ്ഥയെപ്പറ്റി അറിയണമെങ്കിൽ 10-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. 11-ാമത്തെ വാക്യം വരുമ്പോൾ നേർച്ച നേർന്നു. എന്നിട്ട് പറയുക, സങ്കടം നോക്കി അടിയനെ എന്തോ ചെയ്യണം? 11-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചോ. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ, അടിയനെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ
അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ആ പ്രാർത്ഥന കേട്ടോ. ദൈവത്തോട് പറയാം, കർത്താവേ എൻ്റെ സങ്കടം ഒന്ന് കാണണേ, എന്നെ ഒന്ന് അങ്ങ് ഓർക്കണേ. നമ്മൾ ഓർക്കാനൊന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ പറയും, കർത്താവേ എനിക്ക് സങ്കടം ഒന്ന് കാണണേ, എനിക്കൊരു വിടുതൽ തരണേ. ഇപ്പം സങ്കടം കാണാൻ പോലും നമ്മൾ പറയത്തില്ല. ഇങ്ങോട്ട് വന്നിട്ട് ഒരു ട്യൂസ്ഡേ പ്രെയർ എന്ന് പറയുന്ന ഒരു പ്രെയറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു വ്യക്തി ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, കർത്താവേ ഇന്ന ഇന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നീ എനിക്ക് ചെയ്തു തരണേ, ഇതൊരു ഞായറാഴ്ചയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കർത്താവേ ഇതൊരു ഇച്ചിരി നീണ്ട ലിസ്റ്റാണ്, തിങ്കളാഴ്ച തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചൊവ്വാഴ്ച തന്നാൽ മതിയെന്ന്. ഇതാ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. തിങ്കളാഴ്ച തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചൊവ്വാഴ്ച തന്നാൽ മതിയെന്ന്. എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥന കണ്ടോ, പറയാണ്, കർത്താവേ എന്നെ നീ ഒന്ന് നോക്കണം, എന്നെ നീ ഒന്ന് ഓർക്കണം. അങ്ങോർത്താൽ എൻ്റെ ജീവിതത്തിന് വ്യത്യാസമുണ്ട്. ഡറപരികനപന ശംധനാരികന അങ്ങനെ ഓർക്കണമെന്നും നോക്കണമെന്നും പ്രാർത്ഥിച്ച ഹന്നയെ ദൈവം എന്തോ ചെയ്തു, ഓർത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ആരെ ഓർപ്പിക്കാൻ പറ്റും? ദൈവത്തെ ഓർപ്പിക്കാൻ പറ്റും. ഇന്ന് എന്നെ ഈ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കും ഇന്ന് നമ്മുടെ ദൈവത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർപ്പിക്കാം. കർത്താവെ അങ്ങയുടെ വാഗ്ദത്തം എന്നോടുള്ളതാണ്, എൻ്റെ തലമുറകളോടുള്ളതാണ്. ഞാനതൊക്കെ ഓർക്കുന്നു. പലപ്പോഴും നമ്മളിത് ഓർക്കാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നില്ല, നമ്മളെ ഓർപ്പിക്കുന്നില്ല. നമ്മളിത് ഓർക്കാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും, നമ്മളെ ഓർപ്പിക്കുന്നില്ല. എന്നാൽ ഇത് ഓർത്ത് തന്നോട് നിയമം ചെയ്തവരായ തൻ്റെ വിശുദ്ധന്മാരെ എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തോടൊന്ന് ഓർപ്പിക്കാം. കർത്താവെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാ, എൻ്റെ സങ്കടം ഇതാ, അങ്ങനെ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. അങ്ങ് നോഹയെ ഓർത്തു, അബ്രഹാമിനെ ഓർത്തു, റാഹേലിനെ ഓർത്തു, ഇസ്രായേൽ മക്കളെ ഓർത്തു. ആമേൻ. കർത്താവെ ഹന്നയെ ഓർത്തു. ഹന്നയുടെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. ഇതുപോലെ ദൈവം ഓർത്തവരുടെ അവസ്ഥ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിലെ കണ്ണുകളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ആത്മീയ ജീവിതത്തിനും വളരെ എൻകറേജ്മെൻ്റ് ആയിട്ട് വരും ദൈവം ഓർത്തവർ. പ്രസംഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് വെച്ചൊരു നല്ലൊരു പ്രസംഗം, ഒരു 3-4 ദിവസത്തേക്കിന് പ്രസംഗിക്കാനുള്ള ടോപ്പിക്കുണ്ട്. ദൈവം ഓർത്തവരുടെ ജീവിതം. ഞാനിന്ന് ഹന്നയെപ്പറ്റി ചുരുക്കം വാക്കുകളെ ഞാൻ പറഞ്ഞുള്ളൂ. ഇതുപോലെ അബ്രഹാമിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നോഹയെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, റാഹേലിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അവരെയൊക്കെ ദൈവം ഓർക്കാനുള്ളൊരു കാരണം അവർ ദൈവത്തെ ഓർപ്പിച്ചത് കൊണ്ടാണ്. അവർ ദൈവസന്നിധി വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു, ദൈവമേ, ഇസ്രായേൽ മക്കളുടെ കാര്യം കണ്ടില്ലേ? ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, അവൻ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോടും ചെയ്ത നിയമം ഓർത്തു. ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഈ ദേശത്ത് നിന്ന് വിടുവിക്കുമെന്ന്. അതിപ്പോൾ ആകട്ടെ കർത്താവേ, ഈ തലമുറയിലാകട്ടെ കർത്താവേ, അതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നപ്പോൾ ദൈവം അതോർത്തു. ഹല്ലേലൂയ. അങ്ങനെ പല വാഗ്ദത്തങ്ങൾ നമ്മുടെ മേലുണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകളുടെ മേലുണ്ട് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും മേലുണ്ട് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തെക്കുറിച്ചുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി ഇതൊക്കെ ദൈവത്തെ ഒന്ന് ഓർപ്പിക്കാം. എൻ്റെ ദൈവത്തോട് പറയാം, കർത്താവ് എന്നെ ഒന്ന് ഓർക്കണമേ. ഈ ദിവസങ്ങൾ അങ്ങനെ ഓർക്കുന്നൊരു ദിവസമായിട്ട് മാറട്ടെ. എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദിവസമായിട്ട് മാറട്ടെ. ദൈവം ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ള യെശയ്യാവിൻ്റെ പുസ്തകം 49-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഒരുപക്ഷെ നമുക്കൊക്കെ കാണാതറിയാവുന്ന വാക്യമാണ്. അതിപ്രകാരമാണ് പറയുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുമോ? മറക്കും. താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കും. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അങ്ങനെ പറഞ്ഞൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് തിരിച്ചറിയുക, നിങ്ങളായിരിക്കുന്ന വീട്ടിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന റൂമിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്, ആ പിതാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കൾ നമ്മളെ മറന്നു കളഞ്ഞതായിരിക്കാം, ബന്ധുമിത്രാദികൾ നമ്മളെ സഹായിക്കാതിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാർ നമ്മളെ കൈവിട്ടതായിരിക്കാം, കൂടുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതായിരിക്കാം. ദൈവം പറയുന്നു, പ്രസവിച്ച മകനെ ഒരു സ്ത്രീ മറന്നു കളഞ്ഞാലും
ഞാൻ മറക്കത്തില്ല. ആമേൻ. ഞാൻ മറക്കത്തില്ല. ഇന്ന് രാത്രികാലം ദൈവം എന്നെ മറന്നു കളഞ്ഞെന്നും എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലെന്നും എൻ്റെ വിഷയങ്ങളെ ദൈവം കാണുന്നില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നു, ഇല്ല, ഞാൻ മറന്നു കളയുന്ന ഒരു ദൈവമല്ല, ഞാൻ ഓർക്കുന്ന ഒരു ആമേൻ. ദൈവം. ഇന്ന് നിങ്ങളെ ഓർക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ദൈവത്തോടൊന്ന് ഓർപ്പിക്കാൻ പറ്റൂ, കർത്താവെ എൻ്റെ തലമുറകളെ ഒന്ന് ഓർക്കണമേ. കർത്താവെ അവർ ഇന്ന ഇന്ന അവസ്ഥയിലായിരിക്കുന്നല്ലോ. കർത്താവെ എന്നെ ഒന്നങ്ങ് ഓർക്കണമേ. എൻ്റെ കുടുംബത്തെ ഒന്നങ്ങ് ഓർക്കണമേ. എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഒന്നങ്ങ് ഓർക്കണമേ. അന്ന ദൈവത്തോട് പറഞ്ഞ, കർത്താവെ എൻ്റെ സങ്കടം ഒന്നങ്ങ് നോക്കണമേ, എന്നെ ഒന്നങ്ങ് ഓർക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ച, മനോവസനത്തോടെ പ്രാർത്ഥിച്ച ഹന്നെ ഓർത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ആമേൻ. ആമേൻ. ഉണ്ടാകാൻ കർത്താവ് ഇന്ന് ഈ പ്രയർ ഗ്രൂപ്പിൽ ഇറങ്ങി വരേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഓർക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഓ ഹാലലൂയ. അങ്ങനെ ദൈവം ഓർത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഉദാഹരണമാണ് യോശുവ. ദൈവം ഓർത്തു. എനിക്ക് യോശുവയെ പറ്റി പറയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ദൈവം ഓർത്തൊരു വ്യക്തിയാണ് ദാവീദ്. പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കണം. യോശുവ ആരായിരുന്നു, എങ്ങനെയാണ് ഈ പൊസിഷനിലേക്ക് വന്നത്, ദാവീദ് എങ്ങനായിരുന്നു. ദാവീദിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? എൻ്റെ അപ്പനും അമ്മയും എന്തോ ഇതും എന്നെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. ചേർത്തോളൂ. 27-ാം സങ്കീർത്തനം 10-ാം വാക്യം അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കെ. സഹോദരന്മാരെല്ലാം നല്ല സ്റ്റാറ്റസും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരാ, ഏറ്റ വിള മോന, സകല പദവിയും കൂടെ വീട്ടിൽ ജീവിക്കേണ്ടവനാ. പട്ടണത്തിലൊരു യാഗം നടന്നിട്ട് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ പുരോഹിതൻ, ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ ശമൂവേൽ വീട്ടിൽ വന്ന് വലിയൊരു കാര്യം നടക്കുമ്പോഴും ആർക്കും ഓർക്കാൻ സമയമില്ലായിരുന്നെന്നേ, ഓർത്തില്ലെന്നേ. അങ്ങനെയൊക്കെയാണെന്നേ. അതുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം എഴുതി വെച്ചു, 27-ാം സങ്കീർത്തനം 10-ാം വാക്യം, എൻ്റെ അപ്പനും അമ്മ എന്നെ മറന്നതാ, പക്ഷെ യഹോവ എന്നെ മറക്കത്തില്ല. സ്തോത്രം. യഹോവ എന്നെ മറക്കത്തില്ല. യഹോവ എന്നെ മറക്കത്തില്ല. ഓ, 105-ാം സങ്കീർത്തനം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ തൻ്റെ നിയമം 1000 തലമുറ വരെ ഓർക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് ഓർമ്മക്കുറവൊന്നുമില്ല കേട്ടോ. ദൈവം മറന്നുപോയതല്ല. പിന്നെന്താ ദൈവമേ ഇങ്ങനെയും ചോദിച്ചാൽ, നമ്മൾ മറന്നുപോയതുകൊണ്ട്. നമ്മളോട് പറഞ്ഞ കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോയി. നമ്മളതൊക്കെ വിട്ടിട്ട് പലതിൻ്റെ പുറകിലായിപ്പോയപ്പോൾ ദൈവം ഒന്ന് സൈലൻ്റ് ആയത്. എനിക്ക് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മളോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് ഇപ്പം നമുക്ക് തോന്നിയിട്ടൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഒന്ന് ഓർപ്പിക്കുക. ഈ വ്യസനം വന്നതുകൊണ്ടല്ലേ, പ്രതിയോഗി മുഷിപ്പിച്ചതുകൊണ്ടല്ലേ. ഹന്ന ദൈവസന്നിധി വന്നിരുന്ന മനോവസനത്തോടെ ദൈവത്തോട് പറഞ്ഞ, കർത്താവെ എന്നെ ഒന്നങ്ങ് നോക്കണമേ, എന്നെ ഒന്നങ്ങ് ഓർക്കണമേ എന്ന് പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ലേ ദൈവം ഹന്നയെ ഓർത്തത്. അങ്ങനെയെങ്കിൽ ഇന്നുള്ള ഈ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വ്യസനത്തിൻ്റെ അവസ്ഥകൾ, ഈ അവസരങ്ങളെ നോക്കിയിട്ട് നമുക്ക് ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയാം. എന്നിട്ട് ദൈവത്തോടൊന്ന് പറയാം, കർത്താവെ ഇതങ്ങാണ് എൻ്റെ ജീവിതത്തിൽ തന്നതെങ്കിൽ കർത്താവെ എനിക്കറിയാം അങ്ങനെ ഓർക്കുന്നൊരു ദിവസമുണ്ട്, അങ്ങനെ ഓർക്കുന്നൊരു ദിവസമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രോഗമൊക്കെ വരുമ്പം ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും വിചാരിക്കും, കർത്താവെ ഇതെന്താ ഇങ്ങനെ. മറ്റുള്ളവരൊക്കെ പറയും, പ്രാർത്ഥിക്കുന്ന നിനക്ക്, പാടുന്ന നിനക്ക് ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ വന്നു പോയല്ലോ എന്ന്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ദൈവം നമ്മളെ ഓർത്താൽ, ദൈവം നിന്നെ ഓർത്താൽ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ മാനിക്കേണ്ട ആ സമയത്ത് ദൈവം നിന്നെ ഓർക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ഒരു ഹന്നയ്ക്ക് ആമേൻ. ഹല്ലേലൂയ അന്ന് എങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇസ്രായേലിന് ആവശ്യമാണോ അതുപോലുള്ളൊരു പൈതലിനെ ആര് കൊടുത്തു? ദൈവം ഹന്നയ്ക്ക് കൊടുത്തു. ദൈവം ഹന്നയ്ക്ക് ആമേൻ. കൊടുത്തു.
അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ ഈ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യോശുവയെ പറ്റി നമ്മൾ പറയുന്ന കാര്യം, യോശുവ ആരായിരുന്നു? മോശയുടെ ബാല്യക്കാരനായിരുന്നു. ദൈവവചനം പറയുന്നത് മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, മോശയോട് കൂടെ നടക്കുന്ന, മോശയോടുകൂടെ കൂടാരത്തിൽ കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ ആ കൂടാരത്തിൻ്റെ പുറത്ത് കിടന്നുറങ്ങുന്ന ഒരു ബാല്യക്കാരൻ. എല്ലാവരും യോശുവെ വിളിച്ചത് മോശയുടെ ബാല്യക്കാരൻ. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ മതി. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നുണ്ട്, മോശയുടെ ബാല്യക്കാരനായിരുന്ന യോശുവ. അങ്ങനെയാണ് ആ ബുക്ക് തുടങ്ങുന്നത്. ആരെങ്കിലും എടുത്തോ? അങ്ങനല്ലേ അത് തുടങ്ങുന്നത്. അങ്ങനെ പല വാക്യങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകത്തിലേക്ക് 24-ാം അധ്യായത്തിൽ വരുമ്പോഴുണ്ട്, യോശുവയെ പറ്റി പറയുന്ന കാര്യമുണ്ട്. എന്നാൽ ഈ ബാല്യക്കാരനായ വ്യക്തി ദൈവം വിളിച്ചു, ദൈവം അഭിഷേകം ചെയ്തു. എന്നിട്ട് ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുക, ഞാൻ നിന്നെ ഒരു കാലം എന്ത് ചെയ്യത്തില്ല, മറന്നു പോകത്തില്ല. ഞാൻ നിന്നെ ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ബാക്കിയുള്ളവരൊക്കെ മറന്നുപോയി. ബാക്കിയുള്ളവരൊക്കെ വലിയ സ്ഥാനമോ അല്ലെങ്കിൽ വലിയ ബഹുമാനമോ ഒന്നും തരാതിരിക്കുമ്പോൾ നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. അവൻ യോശുവയെ ഓർത്തു. യോശുവയെ ഓർത്തിട്ട് ഇസ്രയേലിനെ നയിക്കാൻ, ആ വാഗ്ദത്ത ദേശത്തേക്ക് അവരെ എത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാക്കി ഈ യോശുവയെ ദൈവം മാറ്റി. ഈ യോശുവയെ ദൈവം മാറ്റി. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു നാളും ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്നൊരു വാക്യമാണ്. ആ വാക്യം പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. ഒന്ന് വായിക്കാം. എബ്രായർ 13-ന്റെ 5. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിന് മുമ്പിൽ കർത്താവായ യേശു, അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം നമ്മളെ കൈവിടത്തില്ലെങ്കിൽ, ഉപേക്ഷിക്കത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടോ? അപ്പം നമ്മൾ അല്പസമയത്തിനുള്ളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പം അതിനു മുമ്പ് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടി, ഇപ്പം ഈ ദൈവം ഓർക്കുന്നു, ദൈവം ഓർത്തു, ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഈ പുള്ളി ഒന്ന് നിർത്തിയിട്ട് വേണം, ഇപ്പോൾ ദൈവത്തെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർപ്പിക്കാനെന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിലെന്തോ ഇത് ചിന്തിച്ചിങ്ങനെ കണക്കൂട്ടി വെച്ചേക്കുക. പക്ഷെ ദൈവവചനം അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ദൈവവചനം നമ്മളോട് പറയുന്നു എന്തൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത്. ദ്രവ്യാഗ്രഹം മാറ്റണം. ആ വാക്യം ഫുള്ളൊന്ന് വായിക്കാൻ വേണ്ടി. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആമേൻ. അത് കേട്ടപ്പോഴത്തേന് അയ്യോ, ദ്രവ്യാഗ്രഹം ഇല്ലാത്തൊരു ജീവിതമോ, അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റത്തില്ല. 10,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ, 20,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പലപ്പോഴും പല ദൈവദാസന്മാരൊക്കെ ഈ സ്റ്റേജിൽ കയറുന്ന, ദൈവം എനിക്ക് 5 ലക്ഷം തന്നു, 10 ലക്ഷം തന്നു എന്നൊക്കെ പറയും. ഞാനാലേക്ക് അത്രയൊന്നും വേണ്ടായിരുന്നു കർത്താവേ, ഒരു 10,000 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം കാര്യം നടന്നേനെന്ന്. പക്ഷേ 10,000 കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊക്കെ നമുക്ക് ഇല്ലെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം എന്തോ ചെയ്തില്ല, തന്നില്ല. പിന്നെ ഞാൻ പഠിച്ചു. ദൈവവചനം പറയുന്നു നമ്മുടെ നടപ്പ് ദിവ്യാഗ്രഹം. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ആശയമില്ലെന്ന്. എനിക്കുണ്ട്. എനിക്ക് ഭയങ്കര വലിയ വലിയ ആശകളൊക്കെ ഉണ്ട്. അപ്പം ആശകളെല്ലാം ദൈവത്തോടുകൂടാ. ഞാൻ പറയും എനിക്ക് ദൈവം തരും, ദൈവികമാണെങ്കിൽ അത് സംഭവിക്കും.
ഹല്ലേലൂയ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കാറിന് വേണ്ടി പ്രാർത്ഥിക്കുവാണെന്നങ്ങ് വിചാരിച്ചു. ഇല്ല, എനിക്ക് ദൈവം സഹായിച്ച് നല്ല പുതിയ കാറുണ്ട്, ദൈവം എനിക്ക് തന്നു. ഞാനൊരു കാറിന് വേണ്ടി പ്രാർത്ഥിക്കുവാണെന്നങ്ങ് വിചാരിച്ചു. നമ്മൾ സാധാരണ എന്തു ചെയ്യുന്നു? ഒരു കാറ് കണ്ട് ബഡ്ജറ്റ് ഇട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവേ, 15 ലക്ഷം രൂപ തരണേ, എനിക്ക് ആ കാറ് കിട്ടണം. 15 ലക്ഷം തരണേ, എനിക്ക് ആ കാറ് മേടിക്കണം. 15 ലക്ഷം തരണേ. ഞാനിപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തി. എനിക്ക് വേണ്ടത് കാറാ. അത് ഞാൻ കൊടുത്ത കാശ് കൊടുത്ത് മേടിക്കണമെന്നില്ല. പക്ഷെ ദൈവത്തിന് തരാൻ കഴിയുമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ദൈവം എന്നെ പഠിപ്പിച്ചു. ഞാൻ ഇവിടെ ആമേൻ. മിനിസ്ട്രി തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 186 കിലോമീറ്റർ എനിക്ക് ഡ്രൈവ് ചെയ്യണം. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു കൊച്ചു വണ്ടിയാണ്, ഏകദേശം ഒരു മാരുതി 800 ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതുകൂട്ടത്തെ ഒപ്പൽ കാഡറ്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു കാർ. അതിൻ്റെ അകത്ത് AC ഇല്ല, എയർകോൺ ആണെങ്കിൽ വർക്കിങ്ങും അല്ല. അപ്പോൾ ഇവിടെ നല്ല മഞ്ഞുള്ള സമയം. അപ്പം മഞ്ഞുണ്ട്, കാലാവസ്ഥ എടുത്തുണ്ട്. ഞാൻ ഫാമിലിയുമായിട്ട് മിനിസ്ട്രിക്ക് പോകും. നല്ല ചൂടാ, ഈ 100 120 വെച്ച് പടത്തണം. പക്ഷേ ആ സമയത്ത് ഗ്ലാസ് തുറന്നിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. അടച്ചിട്ട് കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റുമോ? ഭയങ്കര ചൂട്. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവേ, എനിക്കൊരു കാർ വേണം, എനിക്ക് കാശ് തരണം, എനിക്ക് കാശ് തരണം. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് അതെൻ്റെ അനുഭവത്തിൽ നിന്ന്, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, കാശ് തരണം. പക്ഷേ കൃപയാൽ ദൈവം എനിക്ക് കാശ് തന്നില്ല. എനിക്ക് ആ ഭയങ്കര വിഷമമായി ദൈവത്തോട്. അപ്പം ഞാൻ ദൈവത്തോട് ഓർപ്പിക്കാൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തമാണ് ഞങ്ങളിവിടെ വരുമെന്ന്, ഇത് അങ്ങ് തന്ന മിനിസ്ട്രിയാണ്. ഞാനവിടെ പോയി ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ഒരിക്കലും, അയ്യേ പാസ്റ്റർ ഈ കാറിലാണോ വരുന്നതെന്ന് വിചാരിക്കും. പിന്നെ ഞങ്ങളുടെ വിശ്വാസികൾക്കൊക്കെ നല്ല കാറുണ്ട് കർത്താവേ എന്നൊക്കെ ഞാനെന്ത് ചെയ്തു? കർത്താവിനെ ഓർപ്പിച്ചു. അപ്പോഴാണ് ഒരു ദേവദാസൻ്റെ ഒരു ചെറിയ മെസ്സേജ് ഞാൻ കേട്ടത്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞു, രസകരമായിട്ട് പറഞ്ഞൊരു കാര്യം, തൻ്റെ ഒരു വിശ്വാസി തന്നേക്കാൾ നല്ലൊരു കാറ് മേടിച്ചുകൊണ്ട് തൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളിക്കാരനും മനസ്സിൽ, അയ്യോ, ഈ പുള്ളിക്ക് നല്ലൊരു കാറ് കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ഡയലോഗ് അടിക്കണം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഈ ദേവദാസൻ ആ പുള്ളിയോട് പറഞ്ഞു, സഹോദരാ, നിങ്ങൾ ഈ കാറ് മേടിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അപ്പം തന്നെ എൻ്റെ കാറ് ചെറുതായി പോയല്ലോ എന്നൊരു ചെറിയ വിഷമം എൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഉണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്കും മനസ്സിലായി, നമ്മുടെ വിശ്വാസികൾ വലിയ കാറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ കൊച്ചു കാറിൽ പോകുന്നത് അതൊരു വിഷമമല്ല, പലപ്പോഴും അതെന്തോ പാർട്ട് ഓഫ് അസൂയാണെന്നൊക്കെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പറയാം, കർത്താവേ, വേണ്ട, നീ തന്നെ അങ്ങ് ഏറ്റെടുത്തു, നീ തന്നെ കാര്യങ്ങൾ ചെയ്തു, നീ തന്നെ എനിക്ക് വേണ്ടി ക്രമീകരിച്ചാൽ മതി. എനിക്ക് കാശ് വേണ്ട, എനിക്കിപ്പം വേണ്ടത് വാഹനമാണ്. ഇനി ഇതിലാണ് ഞാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ഐ ആം ഓക്കെ, ഐ ആം റെഡി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാശിൻ്റെ ആഗ്രഹമൊക്കെ ഞാൻ അങ്ങ് കളഞ്ഞു. ഈ അസൂയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, പോ വിശാശേ, വിട്, ദൈവം എനിക്ക് തരും. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഓടിക്കുന്ന കാറാണ് ലോകത്തിലേക്ക് ഏറ്റവും നല്ല കാറ്. കാര്യം ദൈവ സാന്നിധ്യത്തിൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ആശ്വസിച്ചു. പിന്നെ എൻ്റെ ഈ 1.5 മണിക്കൂറൊക്കെ ഞാൻ ആത്മാവിൽ നിറഞ്ഞൊക്കെയാണ് വണ്ടി ഓടിക്കുന്ന. അന്യഭാഷ പറയും, ഉറക്ക പാട്ട് പാടും, കൈയൊക്കെ കൊട്ടിക്കൊണ്ട്, ഇടയ്ക്ക് സ്റ്റിയറിംഗിൽ നിന്നൊക്കെ വിട്ട് കൈയൊക്കെ കൊട്ടിക്കൊണ്ട് ഞാൻ. കാര്യം ഇവിടുത്തെ റോഡെന്ന് വെച്ചാൽ നല്ല റോഡാണ്, ഓപ്പോസിറ്റ് അധികം വണ്ടിയൊന്നുമില്ല. അപ്പം ഞാൻ ആത്മാവിലൊക്കെ ആരാധിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഒരാൾ ഒരിക്കലും ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ടയോട്ടയുടെ RAV4 എന്ന് പറയുന്ന ഒരു കാറ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും ഉള്ള ടയോട്ടയുടെ RAV4 എനിക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഓടിച്ചു, കാശ് കിട്ടുമ്പോൾ തന്നാൽ മതി, കാശ് കിട്ടുമ്പോൾ തന്നാൽ മതി. അപ്പം ഈ കാശിന് വേണ്ടി പ്രാർത്ഥിച്ച ഞാൻ ആരായി? ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം. ആമേൻ. അങ്ങനെ ഞാൻ വാങ്ങിക്കാതെ എനിക്കൊരു കാറ് ദൈവം തന്നു. പക്ഷെ അത് ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് തീർത്തു. അതിനുശേഷം ഞാനൊരു 3 വർഷത്തോളം ആ കാറ് യൂസ് ചെയ്തിട്ട് ഞാൻ എത്ര രൂപയ്ക്കാണോ വാങ്ങിച്ചത് അത്ര രൂപ എനിക്ക് ആ കാറിന് കിട്ടി. അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പം ഞങ്ങളുടെ വിശ്വാസികളെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ച്, പാസ്റ്റർ, നിങ്ങൾ ഇത്രയും യാത്ര ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ അതുകൊണ്ട് ഒരു പുതിയൊരു കാർ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ പുതിയ കാറിലേക്ക് മാറി. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ദൈവത്തെ ഓർപ്പിക്കാം. നമ്മുടെ ഈ ചിന്തകളൊക്കെ അങ്ങ് മാറ്റി വെക്കാം. ദൈവവചനം പറയുന്ന
അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ എന്തോ ചെയ്യണം? ഇടണം. ഇന്ന് രാത്രി അങ്ങ് ഇട്ടേക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ഉദാഹരണം പറയുന്നു. ഒരു സ്ഥലത്ത് പോയി ഒരാൾക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 100 രൂപ ഞാൻ കൊടുത്തു. എൻ്റെ 100 രൂപ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ 100 രൂപ തപ്പുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മനസ്സോടെയല്ലേ കൊടുത്തത്? അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ആ 100 രൂപയെ പറ്റി ചിന്തിക്കുക. ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനകളും. കർത്താവ് പറഞ്ഞു, നിന്റെ പാര യഹോവയിങ്കമേൽ വെച്ചുകൊള്ളാം. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം നമ്മൾ കർത്താവിനെ ഓർപ്പിച്ചിട്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ ആ വിഷയം അങ്ങ് വെക്കുക. ഇനിയും പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശപ്രകാരം സ്തോത്രം ചെയ്യാനേ നമുക്ക് അധികാരമുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി എന്തോ വറി ചെയ്യരുത്. പിന്നെയും നമ്മൾ എങ്കിലും കിട്ടിയില്ലല്ലോ, എങ്കിലും ശരിയായില്ലല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതകാലം മുഴുവൻ എന്തോ ചെയ്യത്തുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ ഓർക്കണോ? നിങ്ങൾ ഈ ഹന്നയുടെ ലൈഫിൽ തന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നൊരു വാക്കുണ്ട്. എന്നെ ആത്മീയത്തിൽ വളരെയേറെ ചിന്തിപ്പിച്ചൊരു വാക്കുകളിൽ ഒന്നാണ്. ഞാൻ പെട്ടെന്ന് ആ പോർഷൻ ഞാൻ മറിച്ച് കളഞ്ഞു. 1-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. 1-ാം അധ്യായം 18-ാം വാക്യം. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഈ ആണ്ടിലൊരിക്കൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് നേരത്തെ നമ്മൾ വായിച്ചു. പ്രതിയോഗി വ്യസനിപ്പിക്കുന്നതുകൊണ്ട് കരഞ്ഞും വ്യസനിച്ചും പട്ടിണി കിടക്കുകയും ചെയ്യുന്നൊരു പുള്ളിക്കാരി ഈ പ്രാവശ്യം എന്തു ചെയ്തു? ഭക്ഷണം കഴിച്ചു. പിന്നെ മുഖം വാടിയില്ല. എന്തോ വ്യസനം, എന്തോ വ്യസനം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 2-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, യഹോവ ഹന്നെ ഓർത്തു. അങ്ങനെയെങ്കിൽ ഇന്നും നമ്മുടെ ജീവിതത്തിലും നമ്മളും ഇതുപോലെ പലപ്പോഴും പല കാര്യങ്ങളും ദൈവസന്നിധി കൊടുത്തെന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മളെന്തോ ചെയ്യത്തില്ല? കൊടുത്തിട്ടില്ല. കൊടുത്തെങ്കിൽ എന്തോ ചെയ്യണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുകൂടെ വായിച്ച് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ അവിടെ ഇപ്രകാരം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇദ്ദേഹം എവിടെ ഇരുന്ന് എഴുതുന്നറിയോ? ജയിലില്. കാരാഗ്രഹത്തിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലുമുള്ള സ്ഥലമില്ലാതെ നടുവേന തിരിക്കുന്ന മനുഷ്യൻ പറയാണ് സന്തോഷിക്കണം. പൗലോസെ എങ്ങനെ പറ്റും? പുള്ളിക്കാരൻ പറയാം സന്തോഷിക്കുക. എന്നിട്ട് പറയണം, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇത് നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ, സഹോദരിമാരാണെങ്കിൽ പാത്രമൊക്കെ കഴിയുമ്പോൾ അവിടെ 2 തട്ടും മുട്ടുമൊക്കെ അത് കേൾക്കുമ്പോൾ കെട്ടിയന്മാർക്ക് മനസ്സിലാകും ഇന്ന് പുള്ളിക്കാരിക്ക് നല്ല മൂടാണ്. അച്ഛന് ടെൻഷനാണെങ്കിൽ അതുവഴി പോകുന്ന പിള്ളേരെയൊക്കെ 2 ചാടി എന്താണ് ഇത്, എനിക്ക് ഇത്. അപ്പം അമ്മാമ്മയ്ക്ക് മനസ്സിലാവും പുള്ളി ഇന്ന് സൗമ്യനാണ്. പിന്നെ പറയണം, ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്ത് വിചാരപ്പെടൽ. എങ്ങനെ വിചാരപ്പെടാതിരിക്കാൻ പറ്റും? പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മുടെ സകല ചിന്താലവും കർത്താവിൻ്റെ മേൽ ഇട്ടാൽ അവൻ എനിക്ക് വേണ്ടി കരുതുമെന്ന് വിചാരിച്ചാൽ പിന്നെന്ത് ചെയ്യും? ഒന്നും നമുക്ക് വിചാരപ്പെടാൻ പറ്റത്തില്ല. പിന്നെന്തോ ചെയ്യണം? എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. മെയ്ഡ് നോൺ ടു ഗോഡ്. ഇൻ അനദർ വേർഡ്സ്, റിമൈൻഡ് ടു ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ എന്തു ചെയ്യും? നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. കർത്താവെ, ഓർമ്മയുണ്ടല്ലോ, ഞാൻ അവിടെ കൊണ്ട് തന്ന കാര്യമാണ്, എൻ്റെ പെറ്റിഷൻ അങ്ങ് എടുക്കാൻ പോവാണെന്ന് എനിക്കറിയാം, ഇന്ന് അതിൻ്റെ കാര്യം ഒന്ന് നോക്കണം. അങ്ങനെ ചെയ്താൽ
എന്തോ സംഭവിക്കുമെന്നറിയാവോ? 7-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ സകല ബുദ്ധിയും കഴിയും. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. കണ്ടോ? സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അപ്പൊ ഈ ക്രിസ്തു യേശുവിങ്കൽ നമ്മുടെ ഹൃദയവും നിലവുകളൊന്നും കാത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞതുപോലെ കാറിന്റെ കാര്യത്തിലേക്ക് വരാം. ഇരുന്ന് ആലോചിക്കും, ആരോട് ചോദിക്കണം? ടിമ്മു ബ്രദർ ഇപ്പം മാലിദ്വീപിലൊക്കെ പോയെന്ന് പറയുന്നത് കേട്ടു. ദൈവമേ, ഒരു 1,00,000 ചോദിച്ചാലോ? ഹൃദയമല്ലേ, നിലവല്ലേ, നിനക്കല്ലോ. എന്ന് നമ്മളെന്തോ ചെയ്യും? ചിന്തിക്കും. ഇവിടെ പറയുകയാണ്, പ്രാർത്ഥനയാലും അപേക്ഷയാലും കർത്താവിനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കായി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളെ ക്രിസ്തുയേശുവിൽ അത് കാക്കും. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ ഒരു സമാധാനം ദൈവം നമുക്ക് തരും. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടവരെ, ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തെ ഓർപ്പിക്കുന്നവരായിട്ട് വരട്ടെ. ഒരു നോഹയെ ദൈവം ഓർത്തെങ്കിൽ, അബ്രഹാമിനെ ദൈവം ഓർത്തെങ്കിൽ, രാഹേലിനെ ദൈവം ഓർത്തെങ്കിൽ, ഇസ്രായേൽ മക്കളെ ദൈവം ഓർത്തെങ്കിൽ, ഹന്നയെ ദൈവം ഓർത്തെങ്കിൽ, ബൈബിളിലെ അനേക വിശുദ്ധന്മാരുണ്ട് കേട്ടോ. ഞാൻ 1-2 പേരുടെ കാര്യമേ പറഞ്ഞുള്ളൂ. യോശുവയെയും ദാവീദിനെയും ഒക്കെ ദൈവം ഓർത്തെങ്കിൽ, തൻ്റെ ഭക്തന്മാരെ ഓർക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, ദൈവത്തിലൂടെ നമ്മൾ കണ്ടു, താൻ പ്രസവിച്ച മകനെ ഒരമ്മ ചിലപ്പം മറക്കുമായിരിക്കും. പക്ഷേ എങ്കിലും മറക്കാത്തൊരു ദൈവം, ആ ദൈവീയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ ദൈവീയ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവം നമ്മളോട് പറഞ്ഞു, നമ്മുടെ നടപ്പ് ദുരാഗ്രഹമില്ലാത്തതാകട്ടെ. ഒരു നാളും നമ്മളെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്നും കൊടുക്കാം, നമ്മുടെ ആവശ്യങ്ങളെ കൊടുക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കേൾക്കപ്പെട്ട ആലോചന മുമ്പാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഇന്ന് ഞങ്ങളെ ഓർക്കുന്നൊരു ദിവസമാകട്ടെ. കർത്താവെ, അങ്ങ് എന്നോട് പറഞ്ഞ വാഗ്ദത്തം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അത് അങ്ങാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത്, കർത്താവെ, ഞാൻ ഇന്നൊന്നും ഇങ്ങനൊന്നും പ്രതീക്ഷിക്കാതിരുന്ന സ്ഥാനത്ത് അങ്ങ് എന്നോട് പറഞ്ഞതാ. അങ്ങയുടെ ദാസന്മാരിലൂടെ, ദാസിയിലൂടെ, അങ്ങയുടെ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചത്. അതിന്ന് ഞാൻ അങ്ങേ ഒന്ന് ഓർപ്പിക്കുക. ഞാൻ അങ്ങേ ഒന്ന് ഓർപ്പിക്കുക. കർത്താവെ, ഹന്നയെപ്പോലെ വ്യസനിക്കുകയും പ്രയാസപ്പെടുന്നതൊക്കെ അവസ്ഥ. അതിലെയോ കർത്താവെ, ഞങ്ങൾക്ക് അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തവണ്ണം പ്രതിയോഗി ഞങ്ങളെ വ്യസനിപ്പിക്കുകയും ഭാരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. കർത്താവെ, പലപ്പോഴും പ്രതിയോഗികളില്ലെങ്കിലും ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങളെ അങ്ങനെ ആക്കുന്നു. രോഗം ഞങ്ങളെ അങ്ങനെ ആക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ അങ്ങനെ ആക്കുന്നു. കർത്താവെ, തലമുറകളെക്കുറിച്ചുള്ള പ്രയാസം, മനപ്രയാസം ഞങ്ങളെ അങ്ങനെ ആക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ സങ്കടം ഒന്നങ്ങ് നോക്കണമേ. അടിയനെ ഒന്നങ്ങ് ഓർക്കണമേ. ഞങ്ങളെ ഒന്നങ്ങ് ഓർക്കണമേ. അങ്ങ് ഓർക്കുന്നൊരു രാത്രിയായത് മാറട്ടെ. ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങേ ഓർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ പാതപിടത്തിലേക്ക് ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞങ്ങളെ അലട്ടുന്ന കർത്താവെ ഇന്ന വിഷയങ്ങൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഓ ഉടറ വരികനവന, ഞങ്ങൾ അതിനായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പ. വരും ദിവസങ്ങളിൽ എൻ്റെ ദൈവം എന്നെ ഓർത്തു എന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയാക്കണം. എൻ്റെ ദൈവം എന്നെ ഓർത്തു എന്ന് പറയത്തക്കവണ്ണം ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവസങ്ങളാക്കി അങ്ങ് മാറ്റണം. കർത്താവെ, അടിയനെയും ഈ ജനത്തെയും ഒരുമിച്ച് അങ്ങനെ ഗ്രഹിക്കണം. അങ്ങ് ഞങ്ങളെ ഓർക്കുന്ന സുദിനങ്ങളാക്കി തീർക്കണം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മളെ ഓർക്കുന്ന ദിവസങ്ങളായത് മാറട്ടെ. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. Thank you, Pastor.